ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ, പ്രത്യേകിച്ചും അർജന്റീന ഫാൻസ് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന് ഇനി വെറും ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കിരീടം നിലനിർത്താനിറങ്ങുന്ന അർജന്റീനയുടെ പ്രതീക്ഷകൾ മുഴുവൻ അവരുടെ ഇതിഹാസ താരം സാക്ഷാൽ ലയണൽ മെസ്സിയിലാണ്. എന്നാൽ ലോകകപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജന്റീന ക്യാമ്പിൽ നിന്ന് ആരാധകരെ അങ്ങേയറ്റം ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതെ, ലയണൽ മെസ്സിക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. എന്താണ് മെസ്സിക്ക് സംഭവിച്ചത്? പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ലോകകപ്പിൽ മെസ്സി കളിക്കുമോ? ഇന്റർ മിയാമിയും ഫിലാഡൽഫിയ യൂണിയനും തമ്മിലുള്ള ഞായറാഴ്ച നടന്ന മേജർ ലീഗ് സോക്കർ മത്സരത്തിനിടെയാണ് മെസ്സിക്ക് പരിക്കേറ്റത്. മഴ കാരണം ഗ്രൗണ്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു. മത്സരത്തിന്റെ 73-ാം മിനിറ്റിലാണ് ആരാധകരെ ഭയപ്പെടുത്തിയ ആ നിമിഷം അരങ്ങേറിയത്. പെട്ടെന്ന് ഇടത് കാലിന്റെ പിൻഭാഗത്ത് അസ്വസ്ഥത പ്രകടിപ്പിച്ച മെസ്സി തന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. മൈതാനത്ത് വച്ച് തന്നെ അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണാമായിരുന്നു. തുടർന്ന് 73-ാം മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നാൽ ആശ്വാസകരമായ കാര്യമെന്തെന്നാൽ മെസ്സിയെ സ്ട്രെച്ചറിലല്ല ഗ്രൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം സ്വന്തമായി നടന്നു തന്നെയാണ് ടണലിലേക്ക് പോയത്. ഈ മത്സരത്തിൽ ഇന്റർ മിയാമി 4 ഗോൾക്ക് വിജയിച്ചു. എങ്കിലും അർജന്റീന ആരാധകരുടെ മനസ്സിൽ മെസ്സിയുടെ പരിക്കിനെക്കുറിച്ചുള്ള ഭയം നിറയുകയായിരുന്നു. മത്സരത്തിന് ശേഷം ഇന്റർ മിയാമിയുടെ പരിശീലകൻ ഗില്ലർമോ ഹോയസ് നടത്തിയ പത്രസമ്മേളനമാണ് ആരാധകർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. മെസ്സിയുടെ പരിക്ക് ഗുരുതരമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മെസ്സിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് വലിയ തോതിൽ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. മഴ കാരണം പിച്ചിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കളിക്കുമ്പോൾ കളിക്കാർക്ക് പരിക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് പൂർണ്ണമായും പരിക്ക് പറ്റിയിട്ടില്ല, മറിച്ച് പരിക്ക് ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു അതെന്ന് കോച്ചിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എങ്കിലും ആരാധകരുടെ നെഞ്ചിടിപ്പ് പൂർണ്ണമായും മാറിയിട്ടില്ല. കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹാംസ്ട്രിങ് ഇഞ്ചുറി മെസ്സിയെ നിരന്തരം അലട്ടുന്നുണ്ട്. 2023-ൽ ഇന്റർ മിയാമിയിൽ എത്തിയത് മുതൽ അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് ടീം മാനേജ്മെന്റ് വളരെ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട്. തുടർച്ചയായ മത്സരങ്ങൾ വരുമ്പോൾ മെസ്സിക്ക് ആവശ്യത്തിന് വിശ്രമം നൽകാൻ കോച്ചിംഗ് സ്റ്റാഫ് ശ്രദ്ധിക്കാറുണ്ട്. ഈ വർഷം നടന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ പലതും സമാനമായ പരിക്കുകൾ കാരണം മെസ്സിക്ക് നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 38 വയസ്സായി. 8 തവണ ബാലൻഡിയോർ നേടിയ ആ ഇതിഹാസ താരത്തിന് ചെറിയൊരു പരിക്കേറ്റാൽ പോലും അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി നടക്കുന്ന ലോകകപ്പിൽ അർജന്റീനയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ളൊരു തിരിച്ചടിയായിരിക്കും. ജൂൺ 11-ന് മെക്സിക്കോ സിറ്റിയിലാണ് ഈ വർഷത്തെ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത്. ജൂൺ 16-ന് കാൻസസ് സിറ്റിയിൽ വെച്ച് നടക്കുന്ന ആദ്യ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ നേരിടും. ലോകകപ്പിനായി അമേരിക്കൻ ലീഗ് ഇടവേള എടുക്കുന്നതിന് മുമ്പുള്ള ഇന്റർ മിയാമിയുടെ അവസാന മത്സരമായിരുന്നു ഞായറാഴ്ച നടന്നത്. അതിനാൽ ഇനി കുറച്ചു ദിവസത്തേക്ക് മെസ്സി ക്ലബ് മത്സരങ്ങൾ ഇല്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. അർജന്റീനയുടെ ലോകകപ്പ് സ്ക്വാഡിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ലോകകപ്പിന് മുന്നോടിയായി ജൂൺ 6-ന് ടെക്സാസിൽ വെച്ച് ഹോണ്ടുറാസിനെതിരെയും ജൂൺ 9-ന് ഐസ്ലാൻഡിനെതിരെയും അർജന്റീന സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. തന്റെ 6ാമത്തെ ലോകകപ്പിൽ കളിക്കുമെന്ന് മെസ്സി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം തന്റെ ടീമിനെ നയിക്കും എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മെസ്സിക്കേറ്റ പരിക്ക് ഗുരുതരമല്ലെന്നും കേവലം ഒരു മുൻകരുതൽ മാത്രമാണെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.